ചിലർ പലപ്പോഴുമായി പറയാറുണ്ട്, ഇന്ന് എനിക്കൊരു ഉണർവില്ല, ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല, ശരീരം വല്ലാതെ തളർന്നതുപോലെയാണ്. നല്ല രീതിയിൽ ഇന്നലെ രാത്രി ഉറക്കമുണ്ടായിരുന്നു, എന്നിരുന്നാലും രാവിലെ എഴുന്നേൽക്കുമ്പോൾ വല്ലാത്തൊരു ക്ഷീണം, ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല, വല്ലാത്തൊരു ടയർഡ്നെസ് ഫീൽ ചെയ്യുന്നു എന്ന് പറയാറുണ്ട്. ഉറക്കത്തിൻ്റെ കുറവാണോ എന്ന് ചോദിച്ചാൽ അല്ല, നല്ല രീതിയിൽ വളരെ സൗണ്ട് സ്ലീപ്പായിരുന്നു എന്ന് പറയും. അപ്പോൾ എന്തായിരിക്കും അതിൻ്റെ കാരണം? നമുക്ക് പലതും ചെയ്യാനുണ്ടായിട്ടും നമ്മുടെ മനസ്സ് ഒരു മടിയിലേക്ക് പോകുന്നൊരവസ്ഥ. ഒരു വസ്തു പോലും എടുത്ത് വയ്ക്കാൻ, ചിലപ്പോൾ ചോറും വെക്കേണ്ട, കറിയും വെക്കേണ്ട, ഒന്നും വെക്കേണ്ട, ചിലർ പറയും കുളിക്കാൻ പോലും തോന്നാറില്ല. അങ്ങനത്തെ പല സിറ്റുവേഷൻസിലൂടെ ചിലപ്പോൾ എല്ലാവരും കടന്നു വന്നിട്ടുണ്ടാകാം. അപ്പോഴൊക്കെ നമ്മുടെ മനസ്സിൽ തോന്നിയ ചോദ്യങ്ങളായിരിക്കാം എന്തുകൊണ്ടാണ് എന്നുള്ളത്. എപ്പോഴെങ്കിലും നിങ്ങൾ അതിനെക്കുറിച്ചുള്ള ഉത്തരം കണ്ടെത്തിയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ നമ്മുടെ മനസ്സിൻ്റെ, നമ്മുടെ കാഴ്ചപ്പാടുകളുടെ കാരണത്താലാണ് ഇങ്ങനെ ഒരു ഡ്രൈനെസ് അല്ലെങ്കിൽ ടയർഡ്നെസ് നമ്മളുടെ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്തുണ്ടാകുന്ന ഒരു പ്രശ്നത്തിന് കാരണമായിട്ട് വരുന്നത്. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട്. അതായത് ഈ ഒരു സൃഷ്ടിയിൽ 3 കാര്യങ്ങളാണ് ശാശ്വതമായിട്ടുള്ളത്. 1 പ്രകൃതി, 2 പരമാത്മ, 3 പുരുഷൻ. പുരുഷനർത്ഥം ആത്മ എന്നുള്ളതാണ്. അതെല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ ഇതിൽ പോസിറ്റീവായിട്ട് എറ്റേണലായിട്ട് നിൽക്കുന്ന 2 ശക്തി ആണ്, ഒന്ന് പ്രകൃതിയും മറ്റൊന്ന് പരമാത്മാവും. അതേ സമയത്ത് നമ്മൾ മനുഷ്യരിലേക്ക് വരുമ്പോൾ പുരുഷനർത്ഥം നമ്മൾ ഓരോരുത്തരും ഒരു ഊർജമാണ്, ആത്മാവാണ്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന കാര്യമാണെങ്കിലും ഇതെപ്പോഴും നമ്മൾ മറക്കുന്ന സത്യവും കൂടിയാണ്. അപ്പോൾ നമ്മളുടെ മനസ്സിൽ ആ ഒരു നെഗറ്റീവ്നെസ് നമ്മളിലേക്ക് കടന്നു വരുമ്പോഴാണ് നമ്മുടെ ഈ ഒരു അവസ്ഥ ഉണ്ടാകുന്നത്. ഉറക്കമുണ്ടായിട്ടും രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്കിങ്ങനെ ഒരു ഡ്രൈനെസ് അല്ലെങ്കിൽ ടയർഡ്നെസ് ഫീൽ ആകുന്നത്. നോക്കൂ, ഡയറക്റ്റ് ഒന്ന് പ്രകൃതിയായിട്ടുള്ള കണക്ഷൻ ഉണ്ട് നമുക്ക്, അതുപോലെ പരമാത്മ ശക്തിയായിട്ടുള്ള കണക്ഷൻ ഉണ്ട് നമുക്ക്. അതുകൊണ്ട് മനസ്സ് എവിടെയെങ്കിലും ഇടറിപ്പോകുമ്പോൾ, മനസ്സ് പ്രയാസത്തിൽ പെടുമ്പോൾ, മനസ്സിനൊരു വേദന അഥവാ ദുഃഖം ഫീലാകുമ്പോൾ ഉടനെ നമ്മൾ ഭഗവാനെ എന്ന് വിളിച്ചു പോകാറുണ്ട്. കാരണം എപ്പോഴും സദാ എന്ന് നമുക്ക് പറയാൻ പറ്റും. സദാ കോൺസ്റ്റൻ്റ് ആയിരിക്കുന്ന, സദാ എറ്റേണൽ ആയിരിക്കുന്ന ഒരു പോസിറ്റീവ് എനർജിയുടെ സ്രോതസ്സാണ് ഈശ്വരൻ. അത് തന്നെയാണ് നമുക്ക് ചുറ്റും നമുക്ക് കാണാൻ പറ്റുക. ഈ പ്രകൃതിയെ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ അവരിൽ ഒരിക്കലും നമുക്ക് നെഗറ്റീവ് ഫീൽ ചെയ്യാനോ അല്ലെങ്കിൽ നെഗറ്റീവ് കാണാനോ നമുക്കൊരിക്കലും സാധിക്കുകയില്ല. എന്നാൽ നമ്മുടെ ഉള്ളിലോ എപ്പോഴാണ് നമ്മുടെ ഉള്ളിൽ, കാരണം എനർജി 2 വിധത്തിലുണ്ട്, ഒന്ന് പോസിറ്റീവ് ഉണ്ട്, ഒന്ന് നെഗറ്റീവ് ഉണ്ട്. പോസിറ്റീവ് എനർജിയാണ് നമ്മുടെ ഉള്ളിൽ ഉണർവും ഉത്സാഹവും സന്തോഷവും ഒക്കെ നേടിത്തരുന്നത്. അതേസമയത്ത് നെഗറ്റീവ് എനർജി ആണ് നമ്മുടെ ഉള്ളിലെങ്കിൽ അത് ഉറപ്പായും നമ്മുടെ ഉള്ളിൽ ഒരു ഡിസ്റ്റർബൻസ്, ഇറിറ്റേഷൻ, ടെൻഷൻ ഇതൊക്കെ നമ്മുടെ മനസ്സിൽ അതോ നമുക്ക് ഫീലിംഗ് ഉണ്ടാക്കിയെടുക്കും. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മളിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമുണ്ട്. എൻ്റെ മനസ്സിൽ, കാരണം രാത്രി ഉറങ്ങി രാവിലെ എഴുന്നേൽക്കുമ്പോഴുള്ള സംഭവമാണ്. അപ്പോൾ നമുക്ക് റെസ്റ്റ് എടുക്കുന്നുണ്ട്, ശരീരത്തിനും റെസ്റ്റ് കൊടുക്കുന്നുണ്ട്, മനസ്സിനും റെസ്റ്റ് കൊടുക്കുന്നുണ്ട്. എന്നിട്ടും രാവിലെ എഴുന്നേൽക്കുമ്പോൾ അങ്ങനെ ഒരു ക്ഷീണം അല്ലെങ്കിൽ ഒരു മടി അല്ലെങ്കിൽ ഒരു ഉത്സാഹക്കുറവ് നമുക്ക് തോന്നുന്നുണ്ട് എങ്കിൽ അതിൻ്റെ കാരണത്തെക്കുറിച്ച് ഞാൻ എന്നിലേക്ക് തന്നെ നോക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മുടെ ഉള്ളിൽ അഥവാ മുഴുവൻ ദിവസം, അതായത് രാത്രി ഉറങ്ങുന്നതിന് മുൻപ് തലേ ദിവസം നമ്മൾ മുഴുവൻ ദിവസം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എൻ്റെ മനസ്സിൽ അഥവാ ക്രോധം, ഈർഷ്യ, വിദ്വേഷം, പ്രതികാരം, സംശയം, ഇത്തരത്തിലുള്ള നെഗറ്റീവ് ആയിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട്, അത്തരത്തിലുള്ള ചിന്താഗതികൾ എൻ്റെ മനസ്സിൽ വരുന്നുണ്ട് എങ്കിൽ ഉറപ്പായും നമ്മുടെ ഉള്ളിലെ ആ ഒരു ആത്മീയമായിരിക്കുന്ന ആ ഒരു ഡിവൈൻ എനർജി ഏതാണോ, നമ്മളെപ്പോഴും ഫ്രഷാക്കി വയ്ക്കുന്ന ആ ഒരു എനർജി നമ്മളിൽ നിന്നും ഡ്രൈനായിട്ടാവും.
അതായത് ഒരിക്കലും നമ്മളുടെ ഉള്ളിൽ അത് തങ്ങി നിൽക്കാനുള്ള ഒരു സാഹചര്യം അതിനുണ്ടാവുകയില്ല. കാരണം നെഗറ്റീവ് എനർജി നമ്മളിലേക്ക് വരുമ്പോൾ ഓട്ടോമാറ്റിക് പോസിറ്റീവ് എനർജി എന്താകും, അത് പുറന്തള്ളപ്പെടും. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരാൾ, ഇപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ കുട്ടികൾ ഉണ്ടാകാം, ഞാൻ പറയുന്നു ഇന്ന കാര്യം ചെയ്യ്, ഇന്ന കാര്യം ചെയ്യണ്ട എന്ന് പറയുമ്പോൾ കുട്ടി നേരെ വിപരീതമായിട്ടായിരിക്കും ചെയ്യാം. സ്വാഭാവികമായിട്ടും രക്ഷിതാക്കൾക്ക് അവിടെ പറഞ്ഞതനുസരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് സ്വാഭാവികമായിട്ട് എന്ത് വരും, ദേഷ്യം വരും. അതിപ്പോൾ ഓഫീസിലാണെങ്കിലും ശരി, നമ്മൾ ഏത് ഫീൽഡിലാണോ നിൽക്കുന്നത് അവിടെ നമുക്ക് ഇങ്ങനെയുള്ള സിറ്റുവേഷൻസൊക്കെ നമ്മൾ നേരിടുന്നുണ്ടാകാം. അപ്പോൾ അവർ ചെയ്ത തെറ്റിന് സത്യത്തിൽ ഞാനാണ് അതിൻ്റെ ശിക്ഷ അനുഭവിക്കുന്നത്. പറഞ്ഞതനുസരിച്ചില്ല, അയാൾ ചെയ്തില്ല, അതോർത്ത് ഞാൻ ദേഷ്യപ്പെടുമ്പോൾ സത്യത്തിൽ എന്നിലാണല്ലോ, എനിക്കാണല്ലോ ലോസ് ഉണ്ടാകുന്നത്. കാരണം അതുവരെ എൻ്റെ മനസ്സ് വളരെ കൂളായിരുന്നു, നമുക്ക് സമാധാനം ഉണ്ട്, ജോലി ചെയ്യാനും വളരെ ഉത്സാഹിച്ച് ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് ഇങ്ങനൊരു സിറ്റുവേഷൻ എങ്കിൽ ഉടനെ തന്നെ എൻ്റെ മൈൻഡ് എന്താകും, നല്ലൊരവസ്ഥയിൽ നിന്നും നേരെ താഴ്ന്ന അവസ്ഥയിലേക്ക് വരും. പിന്നീട് ഒരു സ്വസ്ഥത ഉണ്ടാവില്ല, ഒരു ചെയ്യാനുള്ള മൂഡ് ഉണ്ടാവില്ല, ഒന്ന് ചിരിക്കാനും പറ്റില്ല, സന്തോഷിക്കാനും പറ്റാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ മാറും. അപ്പോൾ നമ്മുടെ ഉള്ളിൽ എപ്പോഴാണ് ഇത്തരത്തിലുള്ള നെഗറ്റീവ് ആയിരിക്കുന്ന ഗുണങ്ങൾ നമ്മൾ നിറച്ച് വെക്കുന്നത്, അത് പെർസെൻറ്റേജ് വൈസ് ആണെങ്കിൽ പോലും, അധികമില്ല എങ്കിലും കുറച്ചാണെങ്കിലും ഉണ്ട് എങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് എന്താകും, നമ്മുടെ ഉള്ളിലെ പോസിറ്റീവ് ആയിരിക്കുന്ന ആ ഊർജത്തെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കും. അത് മനസ്സിലുണ്ടാക്കുന്ന ദ്വാരം പോലെയാണ്. ഉദാഹരണത്തിന് നമുക്ക് എല്ലാവരുടെ വീട്ടിൽ ടാങ്ക് ഉണ്ട് അല്ലേ, വാട്ടർ ടാങ്ക് ഉണ്ട്. ആ വാട്ടർ ടാങ്ക് ചിലവരുടെ വീട്ടിൽ 20,000 ലിറ്ററിൻ്റേതായിരിക്കാം, ചിലവരുടെ വീട്ടിൽ 10,000 ലിറ്ററിൻ്റേതായിരിക്കാം. നമ്മൾ എങ്ങനെ യൂസ് ചെയ്യുന്നു, അപ്പോൾ ഒരിക്കൽ നമ്മൾ മോട്ടർ അടിച്ചാൽ, വെള്ളം അടിച്ച് ടാങ്കിൽ നിറച്ചാൽ ചിലപ്പോൾ അന്നത്തെ ദിവസം മുഴുവൻ നമുക്കത് ചിലവാക്കാനുണ്ടാകും. ചിലപ്പോൾ 2 ദിവസം കഴിഞ്ഞാലും ചിലപ്പോൾ എന്താവില്ല, ടാങ്ക് കാലിയാകത്ത് സാഹചര്യം ഉണ്ടാവും. കാരണം നമ്മൾ എത്ര വെള്ളം യൂസ് ചെയ്യുന്നു അതിനനുസരിച്ചാണ് എന്താവുക, വെള്ളം നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുക. ഞാൻ വെള്ളം ഓൾറെഡി അടിച്ച് വെച്ചതാണെന്ന് പറഞ്ഞിട്ട് ഉള്ള പൈപ്പ് മൊത്തം തുറന്നു വിട്ടാൽ 1 മണിക്കൂർ കൊണ്ട് അത് കാലിയാവും. അപ്പോൾ ഞാൻ ഇന്ന് തന്നെ അടിച്ചതാണ്, വെള്ളം അടിച്ചിട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതേപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും സംഭവിക്കുന്നത്. നമ്മൾ വിചാരിക്കും നല്ല ഉറക്കമുണ്ടായിരുന്നു, ക്ഷീണം തോന്നിയാൽ നമ്മൾ പിന്നീട് ഒന്ന് കിടക്കും, റെസ്റ്റ് എടുക്കും. അപ്പോൾ നമ്മളുടെ ശരീരത്തിന് റെസ്റ്റ് കൊടുക്കുന്നതനുസരിച്ച് നമ്മളുടെ മൈൻഡിന് എങ്ങനെ റെസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും? അപ്പോൾ നമ്മൾ ആരും ചിന്തിക്കാറില്ല, ശരീരത്തിന് മാത്രമേ നമ്മൾ റെസ്റ്റ് കൊടുക്കുന്നുള്ളൂ. അതേ സമയത്ത് മനസ്സിൽ ഏതുപോലെ നമ്മുടെ ദേഹത്തേക്കൊരു ബാക്ടീരിയ, ഒരു വൈറസ് കയറിക്കൂടിയാൽ പതുക്കെ 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 നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ ഭാഗത്തെയും ഇല്ലാതാക്കുന്നു. അതുപോലെ തന്നെയാണ് നമ്മുടെ മനസ്സിൻ്റെ അകത്ത് എപ്പോഴെങ്കിലും ചിലപ്പോൾ ജലസിനെസ് ആയിരിക്കാം, ചിലപ്പോൾ വിദ്വേഷമായിരിക്കാം, വെറുപ്പായിരിക്കാം, അഥവാ സംശയമായിരിക്കാം, അഥവാ നമ്മുടെ ഉള്ളിൽ ഇൻഫീരിയറിറ്റി കോംപ്ലക്സ് ആയിരിക്കാം. ഏതെങ്കിലും തരത്തിൽ ഒരു അവഗുണം എൻ്റെ മനസ്സിൽ കടന്നു എങ്കിൽ മനസ്സിലാക്കുക, ഓട്ടോമാറ്റിക്കായിട്ട് മനസ്സിൽ ദ്വാരമുണ്ടാവുകയും ആ ദ്വാരത്തിൽ കൂടി നമ്മളുടെ എല്ലാ ഊർജവും എന്താകും, അത് വാഷ് ഔട്ടായിട്ട് പോകും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഈ ഒരു സത്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് എൻ്റെ ഉള്ളിലെ ഊർജത്തെ നമ്മൾ സേഫാക്കി വെക്കാൻ വേണ്ടി, സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി, ഈ നെഗറ്റീവ് ആയിരിക്കുന്ന എന്തെല്ലാം അവഗുണങ്ങൾ ഉള്ളിലുണ്ടോ, എന്തെല്ലാം വീക്ക്നെസ്സുകൾ എൻ്റെ ഉള്ളിലുണ്ടോ, അതിനൊക്കെ നമ്മൾ പുറത്തേക്കിടാൻ വേണ്ടി നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ നമുക്ക് എവിടെ നിന്നാണ് പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് വരിക? അതിന് വല്ല ഉപാധിയുണ്ടോ? നല്ല പുസ്തകങ്ങൾ നമുക്ക് വായിക്കാം, നല്ല നല്ല ഓട്ടോബയോഗ്രഫികൾ ഉണ്ടാകാം, അത് നമുക്ക് വായിക്കാം. ഇതൊക്കെ നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. എന്നാൽ അതിശ്രേഷ്ഠമായത് പോസിറ്റീവ് ആ ഒരു എനർജി എന്നിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നത് നമ്മളുടെ മനസ്സും ബുദ്ധിയും എപ്പോഴും നല്ലതിനെ മാത്രം ചിന്തിക്കാനുള്ളൊരു പ്രാക്ടീസ് ചെയ്യേണ്ടത് ആവശ്യമാണ്. അതിനുവേണ്ടി നിത്യവും നമുക്ക് എനിക്ക് വേണ്ടി സമയം മാറ്റി വയ്ക്കാനും എന്നെക്കൊണ്ട് പറ്റണം. ഏതുപോലെ നമ്മൾ ടാങ്കിൽ നമ്മൾ വെള്ളം നിറയ്ക്കാൻ വേണ്ടി മോട്ടറിൻ്റെ സ്വിച്ച് ഓൺ ചെയ്യേണ്ടത് ആവശ്യമാണ്.
അത് 10 മിനിറ്റോ അല്ലെങ്കിൽ ഹാഫ് ആൻ അവർ എടുക്കുകയായിരിക്കാം ആ ടാങ്ക് നിറയാൻ. ആ സമയമെങ്കിലും എനിക്ക് കൊടുക്കാൻ പറ്റണം. അതേപോലെ തന്നെ രാവിലെ തൊട്ട് രാത്രി വരെ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സ് മെഷീൻ പോലെ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും. അതിനൊരു റെസ്റ്റ് കൊടുക്കുന്നതാണ്. ചിലപ്പോൾ ഉച്ചയ്ക്കൊരു 10 മിനിറ്റ് ആയിരിക്കാം, രാത്രി ചിലപ്പോൾ നമ്മൾ 4 മണിക്കൂർ ഉറങ്ങുന്നവരുണ്ട്, 8 മണിക്കൂർ ഉറങ്ങുന്നവരുണ്ട്, പോട്ടെ 6 മണിക്കൂർ ഉറങ്ങുന്നവരുണ്ട്. അപ്പോൾ ശരീരത്തിന് മാത്രം റെസ്റ്റ് കൊടുത്തതുകൊണ്ട് കാര്യമില്ല. നമ്മൾ റെസ്റ്റ് കൊടുക്കേണ്ടത് നമ്മുടെ മനസ്സിനും കൂടിയാണ്. അപ്പം മനസ്സ് എപ്പോഴും റെസ്റ്റ് ആ ഒരു സ്റ്റേജിലിരിക്കുന്നത് എപ്പോഴാണോ എൻ്റെ മനസ്സ് പോസിറ്റീവ് ഊർജ്ജം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നത്. അപ്പോൾ അതിനെ സേവ് ചെയ്ത് വെക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മളത് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി ദിവസവും ഒരു 10 മിനിറ്റെങ്കിലും ഞാൻ എനിക്ക് വേണ്ടി സമയം മാറ്റി വയ്ക്കാം. അതിനു വേണ്ടി ഞാൻ മാറ്റി വെച്ചേ മതിയാവും. അപ്പം അതുകൊണ്ട് ഒന്നില്ലെങ്കിൽ വൈകുന്നേരം അല്ലെങ്കിൽ രാത്രി ഉറങ്ങുന്നതിന് മുൻപ് ഒരു 10 മിനിറ്റ് സമയം കണ്ടെത്തി ഏകാന്തതയിൽ ഇരുന്നു കൊണ്ട് അന്നത്തെ മുഴുവൻ ദിവസത്തിൻ്റെ കണക്കൊന്ന് നോക്കുക. കാരണം ഒത്തിരി പ്രശ്നങ്ങളിലൂടെ ആയിരിക്കാം നമ്മൾ അന്നത്തെ മുഴുവൻ ദിവസം ആ ഒരു യാത്ര ചെയ്തിട്ടുണ്ടാകുക. പല വിധത്തിലുള്ള വ്യക്തികളുമായിട്ടുള്ള സംബന്ധ സമ്പർക്കത്തിൽ വരുമ്പോൾ പല ക്ലാഷസ് സംഭവിച്ചിട്ടുണ്ടാകാം, അഭിപ്രായ ഭിന്നതകളൊക്കെ ഉണ്ടായിട്ടുണ്ടാകാം. ചിലപ്പോൾ ഞാൻ പറഞ്ഞത് അവർ കേട്ടില്ല എന്നുള്ള ഒരു ഫീലിംഗ് നമ്മുടെ ഉള്ളിൽ കടന്നു വന്നിട്ടുണ്ടാകാം. അഥവാ ആരെങ്കിലും എന്നെപ്പറ്റി വേണ്ടാത്തത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു അപമാനത്തിൻ്റെ ഫീലിംഗ് നമ്മളുടെ ഉള്ളിലുണ്ടാകും. അങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ മനസ്സിൻ്റെ കോണുകളിലൊക്കെ തടഞ്ഞു നിന്നിട്ടുണ്ടാകാം. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? സോർട്ട് ഔട്ട് ചെയ്യണം. പറഞ്ഞാൽ എൻ്റെ മനസ്സിനെ ഞാൻ ബോധ്യപ്പെടുത്തണം, നമ്മൾ മനസ്സിലാക്കണം ഇതൊക്കെ നമ്മളുടെ പരീക്ഷകളാണ്, അഥവാ ഞാനൊരു കളിക്കളത്തിലാണ്, അപ്പോൾ ഇതൊക്കെ ഒരു ഗെയിമാണ്. അപ്പോൾ ഈ തരത്തിൽ പോസിറ്റീവായിട്ട് എടുത്തുകൊണ്ട് ഞാൻ എൻ്റെ മനസ്സിൻ്റെ എല്ലാ ഭാരത്തെയും ഞാൻ മാറ്റി നിർത്തി നമ്മളുടെ ഉള്ളിലെ എല്ലാ അഴുക്കുകളെയും നമ്മൾ അന്ന് ശുദ്ധീകരിക്കുമ്പോൾ അന്ന് നമുക്ക് സ്വസ്ഥമായിട്ട് മൈൻഡ് റെസ്റ്റിലാകും, നമ്മുടെ ബോഡി റെസ്റ്റിലാകും. അതേപോലെ തന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്നും വളരെയധികം ഫ്രഷായി ഒരു പുതിയ ദിവസത്തിലേക്ക് നമ്മൾ കാൽ ചുവട് വയ്ക്കാനും പുതിയ ലക്ഷ്യത്തോടു കൂടി നമുക്ക് ഓരോ കർമ്മം ചെയ്യുവാനും അത്രയും ഉന്മേഷത്തോടു കൂടി അന്നത്തെ ദിവസത്തെ നമുക്ക് കാണാനും നമ്മളെക്കൊണ്ട് സാധിക്കും.